ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ അല്ലേ, അപ്പം ഇന്ന് എനിക്ക് ഓഫായതുകൊണ്ട് തന്നെ രാവിലെ പതിയാണ് ഞാൻ എണീറ്റത്. പിന്നെ പതിയെ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്യാണ് ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചു, എന്നിട്ട് ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ചു സാവധാനം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്കൊക്കെ പോയി. കുട്ടികളൊക്കെ ഇങ്ങനെ കിടന്ന് ഇതായതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയപ്പോഴേക്കും പൊന്നു പല്ലേച്ച് വന്നിട്ടുണ്ടായിരുന്നു. പൊന്നു പല്ലേച്ച് വന്ന് അവളെ മുടിയൊക്കെ ഒന്ന് നേരെ ശരിയാക്കി മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. ഇന്നലെ 11-ാം പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നൊക്കെ വെയിലുണ്ടായിരുന്നേ. അപ്പോൾ കുട്ടിയൊക്കെ പോയിട്ട് നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് പൊടിയും ഇതൊക്കെ അടിച്ചിട്ട് അവൾക്ക് ചെറിയൊരു ജലദോഷവും കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും കുളിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ പൊന്നുവിനൊരാഗ്രഹം എന്താ വെച്ചാൽ കളർ ചെയ്യണമെന്ന്. കളർ ചെയ്യാൻ ബുക്കുണ്ട്, പക്ഷേ ഇപ്പോൾ എടുത്ത് മേടിച്ച ബുക്കിൽ ഒരുപാട് കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് കളർ കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അവൾക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവളെ കഴിഞ്ഞ വർഷത്തെ ബുക്കിലെ കളറിങ്ങൊക്കെ ഒന്ന് നോക്കി അതിൽ നിന്നൊരു ബുക്ക് എടുത്തിട്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുത്തു. കളർ കൊടുക്കാൻ കൊടുത്തെങ്കിലും അതിലാദ്യം നമ്മൾ കുത്തുകളൊക്കെ യോജിപ്പിച്ചിട്ട് ഒരു താറാവിനെ വരയ്ക്കാനുള്ള ചിത്രമായിരുന്നേ. അതൊക്കെ അവൾ ചെയ്തു. അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അവൾ ഇരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും. പൊന്നുവിനൊരു പ്രത്യേകത ഉണ്ട്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ആ മൂടുള്ള നേരമാണെങ്കിൽ പിന്നെയും ഓരോന്ന് അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പം ഇന്ന് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അവൾ അപ്പുറത്തെ പേജും ഇപ്പുറത്തെ പേജും ഒക്കെ ചെയ്യൽ തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാട്ടെ, കുട്ടി ഇവിടെ ഇരുന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മേ ഇത് കഴിഞ്ഞു പറഞ്ഞ് കാണിക്കാൻ വിളിക്കുന്നു. നോക്കിയപ്പോൾ അവൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അറിയുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓഫ് ഡേ കിട്ടിയാൽ നമുക്കന്ന് പണി കൂടുതലായിരിക്കും. അതിൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ശനിയാഴ്ച വൈകുന്നേരം വന്നാൽ ഒത്തിരി പണി ഉണ്ടാകും ചെയ്യാൻ. പിന്നെ ഞായറാഴ്ച പെട്ടെന്ന് കഴിഞ്ഞ മാതിരി തോന്നും. ഇന്ന് ഞാൻ ചീരക്കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുട്ടിക്കും ഹസ്ബൻഡിനും അച്ഛനും ഒക്കെ ഒരുവിധം ചീരക്കറി നല്ല ഇഷ്ടമാണ്. അപ്പം ഉണ്ട് ഉമ്മർത്തുനിന്നൊരു സൗണ്ട്, ഉണ്ണേട്ടൻ്റെ വണ്ടി വന്നത്. അപ്പോൾ ഉണ്ണേട്ടനോട് ഞാൻ ചോദിച്ചു, ഉണ്ണേട്ടൻ ഒരു പപ്പായ അറുത്തരും ചോദിച്ചപ്പോൾ ഉണ്ണേട്ടൻ പപ്പായ അറുത്ത് തന്നേ. അപ്പോൾ നോക്കിയപ്പോഴാണ് അതുമ്പോൾ ഒരു പഴുത്ത പപ്പായയും കൂടെ ഉണ്ട്. അതിപ്പോൾ എന്തായാലും 2 ദിവസം കൊണ്ട് അറക്കണം. ഇവിടെ 2 തരത്തിലുള്ള പപ്പായകളുണ്ട് കേട്ടോ. പക്ഷേ ആ 2 പപ്പായയും നല്ല ടേസ്റ്റാണ് പഴുത്താൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോണുണ്ട് മാങ്ങയിട്ട് വരുന്നു. അപ്പോൾ എഴുത്തിയമ്മ കൊടുത്തതാണ്. പട്ടാമ്പിയിൽ ഞങ്ങളന്ന് അമ്മൂൻ്റെ കുട്ടിയുടെ 28-ന് പോയപ്പോൾ എഴുത്തിയമ്മയുടെ വീട് പട്ടാമ്പിയാണ്. പട്ടാമ്പിയിൽ അവരെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ അവരമ്മ ഈ മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു പങ്ക് തന്നതാണ്. ഈ മാങ്ങ കിട്ടിയ ഉടനെ തന്നെ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാതെ നല്ല ടേസ്റ്റായിരുന്നു. 4-5 മാങ്ങകളും തന്നിരുന്നാത്ത 3 മാങ്ങ ഞങ്ങൾ ഒറ്റയടിക്ക് അകത്താക്കി. പിന്നെ മഹിയേട്ടനും അച്ഛനക്കൊക്കെ വേണമല്ലോ വെച്ചിട്ട് 2 മാങ്ങ അവിടെ എടുത്ത് വെച്ചു. പൊന്നൂനും അരുണിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ ചക്കയും ഒക്കെ ഇഷ്ടമാണ് നല്ലോണം. മാങ്ങ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികൾ അപ്പുറത്തേക്ക് മുത്തച്ഛൻ്റെ കൂടെക്ക് കളിക്കാൻ പോയി. ആ സമയത്ത് ഞാൻ വേഗം അടുക്കള പണികളൊക്കെ ഒരുക്കാൻ ശ്രമിച്ചു. ആദ്യം പച്ചക്കറിയൊക്കെ അരിഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യാനും. സ്കൂൾ പൂട്ടിയിടനെ തന്നെ പൊന്നു ആരും തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് നിൽക്കാൻ പോകണമെന്ന് വലമ്പൂരിലേക്ക്. വലമ്പൂരിലിപ്പോൾ എല്ലാ കുട്ടികളും കൂടി ആയിട്ട് അച്ഛനും അമ്മയ്ക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ കൂടി കുറച്ച് ദിവസം നിൽക്കാൻ വിടണം. പക്ഷെ ഇപ്പോൾ പൊന്നൂന് കഫക്കെട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ വിടില്ല എന്നും പിന്നെ പൂരം കഴിയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതിൽ അവരിപ്പം ഇങ്ങനെ അപ്പുറത്ത് മുത്തച്ഛൻ്റെ അവിടേക്കായിട്ടൊക്കെ ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ ഞാനൊന്നും പറയാറില്ല. സത്യത്തിൽ സൺഡേ ആണ് ഞങ്ങൾ വീട്ടിൽ എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാവുക. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 ആളും ജോലിക്ക് പോകും, ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകും, അങ്ങനെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇന്നിപ്പോൾ സൺഡേ ആണെങ്കിൽ കൂടി മഹിയേട്ടന് വർക്കുണ്ട്.
എന്തോ ഒരു പെയിൻറ്റിങ് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേട്ടനും പണിക്കാരും കൂടി ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ മഹേട്ടനൊന്നും ഇല്ലാതെ വീട്ടിൽ ഒരു രസമില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് സാമ്പാർ ചീര അല്ലെങ്കിൽ ക്യാൻസർ ചീര എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതെന്താ വെച്ചാൽ ഇത് നല്ല വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ചീരയാണ്. പിന്നെ പപ്പായ എന്ന് പറയുന്നത് കുട്ടികൾക്കും നല്ലതാണ്. ഞാൻ ഒത്തിരി സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അന്ന് വൈകുന്നേരം പറ്റുകയാണെങ്കിൽ പുറത്ത് പോയി ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് കരുതുന്നുണ്ട്. പൊതുവേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുക. ഞങ്ങൾ നെഹദിയിൽ കയറും, കുഴിമന്തി കഴിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നലെ ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയായിരുന്നേ. എവിടെ നിന്നാന്ന് വെച്ചാൽ മൂത്തച്ഛൻ്റെ വീട്ടിൽ എഴുത്തിയമ്മയുടെ ചേച്ചിയുടെ മകൻ വന്നുകൊണ്ട് അവർ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ആരെങ്കിലുമൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഒന്നിച്ച് അവിടെ ഇപ്പോൾ എവിടേക്കാണ് വരുന്നത് വെച്ചാൽ ഇവിടെ കൂടും, അല്ല അവിടേക്കാണ് വരുന്നത് വെച്ചാൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കും അങ്ങനെ ഒന്നിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഇന്നടുത്ത പപ്പായ ഇല്ലേ ചെറുതായിട്ട് ചെനച്ച് തുടങ്ങിയായിരുന്നു. എന്നാൽ കൂടി ഞാൻ അതുകൊണ്ട് ഉപ്പേരി വെച്ച് ചെനച്ച പപ്പായ കൊണ്ട് ഉപ്പേരി വെച്ചാൽ മഹിയേട്ടന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോഴേക്കുണ്ട് ആരോണ് ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിക്കണോ. അപ്പോൾ എന്താ ചെയ്തെന്ന് നോക്കിയപ്പോൾ പാർട്ടിക്കാരും വന്നിട്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വോട്ട് ചെയ്യണതിൻ്റെ ആ സ്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സമയമൊക്കെ നോക്കിയപ്പോൾ കുറച്ച് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൽ നമ്മൾ ചീരയൊക്കെ ഇട്ട് തിളപ്പിച്ചു. അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ അരച്ചു. അത് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് നേരം കൊണ്ട് തന്നെ മഹിയേട്ടൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുള്ളിരുന്ന് ചോറുണ്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വന്ന് അവർ കഴിച്ചത്. ഈ പണിത്തിരക്കിൽ ഞാൻ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ള കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വേഗം ഞാനത് ഊറ്റാനുള്ള തയ്യാറെടുപ്പ് നോക്കി. ഞാൻ പൊതുവേ വാർക്കുകയാണ് ചെയ്യാറ്. ഊറ്റി എടുക്കണ കൊട്ടക്കൈയിലൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് ഊറ്റിയിരുന്നു. പക്ഷേ ഇപ്പം അത് ചെയ്യാറില്ല, ഞാൻ വാർക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതായിട്ട് കുറേ പണികളുണ്ടായിരുന്നു. തിണ്ട തുടയ്ക്കാനും പൊടിപ്പാത്രങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യേണ്ട നേരത്ത് ഗ്യാസിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക ചെയ്യാറ്. നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് ഷെൽഫ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുക്കണു കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാനും അവിടെ നിന്ന് തുടച്ച് നേരെ വെക്കാനൊക്കെ നിന്നു. ഇനിയിപ്പോൾ എന്തായാലും വിഷുവല്ലേ വരുന്നത്, വിഷുവിൻ്റെ മുന്നേയിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്യണം. പൊതുവെ എൻ്റെ വീട്ടിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അവിടെ തുടയ്ക്കലും ജനൽ തുടയ്ക്കലും കോണി കഴുകലും കസേര കഴുകലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1-2-3 ദിവസം വൈകുന്നേരം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും ക്ലീൻ ചെയ്യാണ് ചെയ്യാറ്. എപ്പോഴൊന്നും എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മഹിയേട്ടൻ വന്ന് ചോറുണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പൊന്നും ആരും വെച്ചാലോ അപ്പുറത്തെ മുത്തശ്ശൻ്റെ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ ക്ലീനിങ് വർക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ വൈകുന്നേരത്തേക്കാണ് ക്ലീനിങ് വർക്ക് വെച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരത്ത് മുറ്റടിക്കലും അടിച്ചൊരു തുടയ്ക്കലും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. തുണി മടക്കലും വാഷിങ്ങും ഒക്കെ ഉണ്ട്. ജോലിക്ക് പോവായതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ശനിയാഴ്ച വൈകുന്നേരം ആയാൽ ഓക്കെ ലീവാണ്. ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച പോയാൽ മതിയല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ജോലിക്കാരും ജോലിക്ക് പോവാത്തവരും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നല്ലേ, ഇപ്പം നമ്മളൊരു കലണ്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ജോലിക്കാർ ആദ്യം എന്താ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പം മാസം മാറിയെന്ന് കരുതും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അതിൽ നമ്മൾ നോക്കുക ഇനി എന്നൊക്കെയാണ് അവധി, അങ്ങനെയാണ്. പക്ഷെ മറ്റവരാണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ, അവധിയൊന്നും അവർ ഫോക്കസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ മാസം തുടക്കത്തിൽ തന്നെ ഇന്ന് എത്ര അവധിയുണ്ട്, ഈ മാസം എത്രത്തോളം അവധിയുണ്ട്, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യും. ഇനി നാളെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളെ ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുമാതിരി എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യട്ടെ. അപ്പോൾ എന്നാൽ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.